എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ പരിചയപ്പെടുന്നത് കാറ്റ് എന്നോട് പറഞ്ഞത് എന്ന പുസ്തകമാണ്. സിസ്റ്റർ നോയൽ റോസാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. മീഡിയ ഹൗസാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. 35 അധ്യായങ്ങളുടെ ചെറുചിന്തകളാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പിൻ കവറിൽ മനോഹരമായ ചില വരികളുണ്ട്. കാറ്റെന്നോട് പറഞ്ഞത് മേഘങ്ങൾ കൊണ്ട് കൊരുത്ത് കെട്ടിയ ഒരു കീറാകാശമാണ്. ആ ആകാശമാണ് ആനന്ദം. അതിലേക്കുള്ള ക്ഷണമാണ് ഇതിലെ വാക്കുകൾ. അതാണ് ധ്യാനം, അതാണ് മുക്തി. അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ദൈവ സമ്മാനമാണ്. അതിൽ കണ്ണീരിൻ്റെ ഒരു നനവോർമ്മയുണ്ട്, സ്നേഹത്തിൻ്റെ തളിർത്തെന്നലുണ്ട്, സൗഖ്യപ്പെടുത്തും പോലെ ഒഴുകിപ്പരക്കുന്ന ആർദ്രതയുണ്ട്. അതിൽ ഒരേ കാലം നിലാവും പകലും വീണ് കിടപ്പുണ്ട്. രാവിനെ അകറ്റി മാറ്റുന്ന നക്ഷത്ര വെളിച്ചങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ വരമ്പുകൾ സിസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. 35 അധ്യായങ്ങളും ധ്യാനിച്ചെടുക്കാവുന്ന, ജീവിതത്തെ അല്പം കൂടി ഒന്ന് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന 35 ചിന്തകളാണ് ഈ പുസ്തകം. കാറ്റ് എന്നോട് പറഞ്ഞത്. കാറ്റെന്താണ് എന്നോട് പറഞ്ഞത്? ഈ പുസ്തകത്തിലൂടെ നമുക്കത് അനുഭവിക്കാം. എന്താണ് കാറ്റ് നമ്മോട് പറയുന്നത്? ഒന്നാമത്തെ അധ്യായം വിശാലം എന്ന തലക്കെട്ടിലാണ്. വാസുദൈവ കുടുംബം എന്ന സങ്കല്പം ഭാരതീയരായ നമുക്കൊട്ടും അപരിചിതമല്ല. മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാഷയുടെയും സമ്പത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ച് സകലരെയും സകലത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയത്തിനുടമയാകാൻ കഴിയുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ലോകം മുഴുവനെയും ഒരു കുടുംബമായും അതിലുള്ളതെല്ലാം തൻ്റെ കുടുംബക്കാരായും കാണാൻ കഴിയുന്ന ഹൃദയ വിശാലത നമുക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. ഹൃദയത്തിൽ അതിർവരമ്പുകൾ സൂക്ഷിക്കുക എന്നതിനേക്കാൾ ദുരന്തമെന്താണുള്ളത്? നിശ്ചലമായ തടാകത്തിൽ മഴത്തുള്ളി വരച്ച ചെറിയ വൃത്തത്തെ മായ്ച്ചു വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആ അദൃശ്യ കരങ്ങൾ എൻ്റെ ഹൃദയമാകുന്ന ചെറിയ വൃത്തത്തെ വലുതാക്കി പ്രപഞ്ചത്തിൻ്റെ അതിർത്തി രേഖയാക്കുന്നതെന്നായിരിക്കും എന്ന് സ്വപ്നം കാണാൻ കഴിയണം നമുക്ക്. വിശാലമെന്നാണ് തലക്കെട്ട്. ലോകം മുഴുവനെയും ഒരു കുടുംബമായി, അതിലുള്ളതെല്ലാം തൻ്റെ കുടുംബക്കാരാണ് എന്ന് ആ ഒരു വിശാല മനോഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ സമാധാനം. അതാണ് ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്കാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഇതരൻ്റെ ബലഹീനതകളെയും അല്പത്തരങ്ങളെയും അലിവോടെ വീക്ഷിക്കാനും ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാനും കഴിയുക എന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരെയും പാപികളെയും കുഷ്ഠരോഗികളെയും ദരിദ്രരെയും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനും അവരോടൊപ്പമായിരിക്കാനും അവരുടേതായി മാറാനും ക്രിസ്തുവിന് കഴിഞ്ഞത് ഈ ഹൃദയവിശാലത കൊണ്ടാണ്. ഒടുവിൽ കുരിശിൽ തന്നെ കുത്തിമുറിവേൽപ്പിച്ചവൻ്റെ അന്ധത പോലും സ്വന്തം രക്തത്താൽ സുഖപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന കനീവിൻ്റെ ഹൃദയം സ്വന്തമായി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വ്യക്തിപരമായ സങ്കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പുറത്താകുന്നത് ഇതരൻ്റെ കണ്ണീർ തുടയ്ക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനമാണ് യഥാർത്ഥ ഹൃദയ സമാധാനം. അത് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തു സ്വീകരിച്ച ഈ വിശാലത, ഈ ആർദ്രത നമ്മുടെ ജീവിതത്തിലേക്ക് പേറുമ്പോൾ, ആ ഹൃദയ വിശാലതയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും ഒന്നായി കാണാനും ഒന്നായി സ്നേഹിക്കാനും നമുക്ക് സാധിക്കുകയാണ്. കാറ്റ് ഒന്നാമതായി പറഞ്ഞ കഥ ഇതാണ്. എങ്ങനെ വിശാലമായ ഒരു ഹൃദയത്തിന് ഉടമയാകാം ക്രിസ്തുവിനെ പോലെ. ആശയാണ് മനുഷ്യജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ശ്രീ ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആശയ്ക്ക് മനുഷ്യജീവിതത്തോളം പഴക്കവുമുണ്ട്.
ആശയും പ്രതീക്ഷയും മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമായി തീരാറുണ്ട്. എന്നാൽ നമ്മുടെ സങ്കടങ്ങൾക്ക് പലപ്പോഴും കാരണമായിരിക്കുന്നത് ജീവിതത്തിലെ അമിത ആശകളാണ്. ആശയുള്ളിടത്തല്ലേ ആശാഭംഗമുണ്ടാകൂ. മോഹമുള്ളിടത്ത് മോഹഭംഗങ്ങളും. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ആശകൾ അമിതാശകളാണോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 10 കിട്ടിയാൽ 100-നും, 100 കിട്ടിയാൽ 1000-നും, 1000 സ്വന്തമായാൽ 10,000-നും വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നുണ്ട്. കിട്ടിയതൊന്നുകൊണ്ട് പോലും തൃപ്തനാകാത്തവൻ നിത്യദുഃഖത്തിനും നിത്യമായ അശാന്തിക്കും അടിമയാണ്. ടോൾസ്റ്റോയുടെ 6 അടി മണ്ണ് എന്ന കഥ വളരെ ശ്രദ്ധേയമാണ്. ഇതിനോട് വളരെയധികം ചേർന്നു പോകുന്ന ഒരു ചെറു കഥയാണ്. മുന്നിൽ നിന്ന് സങ്കടം പറഞ്ഞ ദരിദ്രനോട് അലിവ് തോന്നി രാജാവിന്. ഒന്നും സ്വന്തമായില്ലാത്തവൻ. ഇയാളെ തൃപ്തിപ്പെടുത്തി വിടണം. രാജാവ് കൽപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ നടന്ന് എടുക്കാവുന്നിടത്തോളം ഭൂമി നീ സ്വന്തമാക്കിക്കൊള്ളുക. ഒരു നിബന്ധന മാത്രം. സൂര്യ അസ്തമയത്തിന് മുമ്പ് തിരികെ രാജസന്നിധിയിലെത്തി ബോധിപ്പിച്ചു കൊള്ളണം. അയാൾക്ക് വളരെ സന്തോഷമായി. പരമാവധി ഭൂമി സ്വന്തമാക്കണം. നടന്നും ഓടിയും അയാൾ ഭൂമി സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ഓട്ടം നിർത്തി സൂര്യാസ്തമയത്തിന് മുമ്പ് തിരികെ രാജസന്നിധിയിലെത്തണമെന്ന് പലവട്ടം കരുതിയെങ്കിലും അല്പം കൂടി മുന്നോട്ട് പോയാൽ ആ മണ്ണുകൂടി സ്വന്തമാകുമല്ലോ എന്ന് അയാൾ കരുതി. ഒടുവിൽ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. സൂര്യാസ്തമനത്തിന് മുമ്പ് ഓടിയെത്തുവാനുള്ള അമിതാധ്വാനം അയാളുടെ ജീവനെടുക്കുകയാണ്. രാജസന്നിധിയിലെത്തി കുഴഞ്ഞു വീണു മരിച്ച അയാളെ നോക്കി രാജാവ് കൽപ്പിച്ചു. അയാൾക്ക് അർഹമായ മണ്ണ് കൊടുക്കുക. 6 അടി മണ്ണ്. ആശകളെല്ലാം പൂവണിയണമെന്ന മോഹം വിഡ്ഢിത്തമാണ്. ആഗ്രഹിച്ചിട്ടും നമുക്ക് നേടുവാൻ കഴിയാതെ പോയത് നാം നേടിയതിനേക്കാൾ ഏറെ പ്രിയങ്കരമായിരിക്കും. ആഗ്രഹിക്കുന്നതിൽ ഏതാണ് അത്യാവശ്യമെന്നും ഏതാണ് ആവശ്യമെന്നും ഏതാണ് അനാവശ്യമെന്നും തിരിച്ചറിയാൻ ബോധമുണ്ടാകണം. ഉത്കൃഷ്ടമായ വിവേകമുള്ളവർക്കേ ഇതിന് സാധിക്കൂ. ആവശ്യങ്ങളെ അനാവശ്യങ്ങളായി കരുതുകയും അനാവശ്യങ്ങളെ അത്യാവശ്യങ്ങളായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കാലത്തിൻ്റെ ഒരു വിപത്താണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചേർത്തു വായിക്കാവുന്ന ഒരു കഥയാണ് 6 അടി മണ്ണ്. അതുപോലെ തന്നെ ആശയെക്കുറിച്ചുള്ള നല്ലൊരു വിചിന്തനമാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ കാരുണ്യത്തിൻ്റെ സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം. 3 നഷ്ടപ്പെടലുകളുടെ കഥ പറയുന്നുണ്ട് ഈ അധ്യായം. വഴിതെറ്റി അലയുന്നവർക്കും സമൂഹത്തിൻ്റെ അതിരുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്കും തമസ്കരിക്കപ്പെട്ടു പോയവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ തിരിച്ചുവരവ് സ്വർഗം എത്ര സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ക്രിസ്തു ഈ ഉപമകൾ പറയുന്നത്. ഈ 3 ഉപമകളും. അതുകൊണ്ടാണ് ഇതിനെ ഈ 15-ാം അധ്യായത്തെ കാരുണ്യത്തിൻ്റെ സുവിശേഷമെന്ന് വിളിക്കുന്നത്. കാണാതായ നാണയത്തിൻ്റെയും കാണാതായ ആടിൻ്റെയും സ്വയം കാണാതാക്കിയ മകൻ്റെയും കഥയാണിത്. 100 ആടുകളുണ്ടായിട്ടും അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോവുകയും കണ്ടുകിട്ടുമ്പോൾ അതിനെ തോളിലേറ്റി തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഇടയൻ. 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കുന്ന സ്ത്രീ. പിതാവിൽ നിന്ന് തൻ്റെ വീട്ടുഭാഗം നിർബന്ധമായി വാങ്ങി ദൂരദേശത്തേക്ക് പോയി ദൂർത്തടിച്ച് നശിപ്പിച്ച് തിരികെ വന്നപ്പോൾ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന പിതാവ്. ദൈവത്തിൻ്റെ മിഴിവാർന്ന 3 ചിത്രങ്ങളാണിത്. ഈ അധ്യായത്തിൻ്റെ പേര് കരുണയെന്നാണ്. കരുണയെക്കുറിച്ചുള്ള 3 ബിംബങ്ങൾ. ഈ കഥകളിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നഷ്ടപ്പെടുന്നവയുടെ സവിശേഷതകളാണിത്. ഒന്ന് ഒരു നാണയമാണ്.
നിർജീവ വസ്തു. നഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ വെറുതെ അങ്ങനെ കിടക്കാനേ അതിന് കഴിയൂ. മറ്റൊന്ന് ആടാണ്. നഷ്ടപ്പെട്ടിടത്തു നിന്ന് തിരികെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും ആയിരിക്കുന്നിടത്ത് കിടന്ന് കരഞ്ഞു വിളിക്കാൻ അതിന് കഴിയും. മൂന്നാമത്തേത് വിശേഷബുദ്ധിയും കഴിവുമുള്ള മനുഷ്യനാണ്. അവൻ സ്വാതന്ത്ര്യ മനസ്സോടെ തിരികെ നടന്ന് എവിടെ നിന്നാണോ താൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായത് അവിടേക്ക് തിരിച്ചെത്തണം. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കാണൽ നമ്മൾ അനുഭവിക്കുന്ന 3 കഥകൾ, 3 ഉപമകൾ. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ എന്തൊക്കെയോ നഷ്ടപ്പെടലുകൾ സ്വയം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൈവിരലാകാം, അല്ലെങ്കിൽ ആത്മമിത്രത്തിൻ്റേത്, ഇനിയുമല്ലെങ്കിൽ ആത്മാവിൽ കൊണ്ടു നടക്കുന്ന ഒരു ഉൾവെളിച്ചത്തിൻ്റേത്. ഒരു നഷ്ടപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എവിടെയോ. വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് തിരിച്ചു നടന്നേ മതിയാകൂ. തിരിച്ചു നടക്കാൻ തിരിച്ചറിവുണ്ടാകണം. ആദ്യം തിരിച്ചറിയേണ്ടത് ഞാൻ തന്നെ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ്. ഞാൻ എവിടെയോ നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒത്തിരി അകലെയാണ് എന്ന് തിരിച്ചറിവ്. ഇങ്ങോട്ട് തേടി വന്ന് കണ്ടെത്തുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നത് നിർജീവ അവസ്ഥയിലും സവിശേഷ ബുദ്ധിയില്ലാത്ത അവസ്ഥയിലുമാണെന്ന് എന്നത് ശ്രദ്ധേയമാണ് ഈ 3 ഉപമകളിലും. തിരിച്ചറിഞ്ഞ് തിരിച്ചു ചെല്ലുന്നത് വിവേകത്തിൻ്റെ ലക്ഷണമാണ്. അപ്രകാരം തിരിച്ചു നടക്കാൻ നാം ആരംഭിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഹൃദയവും ആലിംഗനം ചെയ്യാനൊരുങ്ങുന്ന 2 കരങ്ങളുമുണ്ടാകും. ആ തിരിച്ചറിവിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ ദൃഢമാകുന്നത്. അവിടെയാണ് കാരുണ്യത്തിൻ്റെ സുവിശേഷമെന്ന ഈ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം നമ്മുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ അർത്ഥവത്തായി തീരുന്നത്. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, എൻ്റെ ശത്രുക്കളോട്. എൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കളെ, നന്ദി. എൻ്റെ മിത്രങ്ങൾ എന്നെ ഉപേക്ഷിച്ചപ്പോഴും എന്നെ വിടാതെ പിന്തുടർന്ന നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആരോട് പൊരുതിയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുക? നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ആരെ പിന്തുടർന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക? എൻ്റെ പ്രിയപ്പെട്ട ശത്രുക്കളെ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആരോട് പൊരുതിയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുക? നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ആരെ പിന്തുടർന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക? ശത്രുക്കൾ മാത്രമുള്ള ജീവിതവും മിത്രങ്ങൾ മാത്രമുള്ള ജീവിതവും ജീവിതമല്ല. നിങ്ങൾക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാകുമ്പോഴേ ജീവിതം ജീവിതമാകുന്നുള്ളൂ. ജീവിതത്തിൽ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവുക വളരെ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ശത്രു സാന്നിധ്യത്തെ ഒരു സ്വാഭാവിക കാര്യമായി കണ്ട് സ്വീകരിക്കേണ്ട ഒന്നാണ്. ശരിയായ മിത്രത്തെ കണ്ടെത്തിയവൻ നിധി കണ്ടെത്തിയവന് തുല്യമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ തകർച്ചയിലും പരാജയങ്ങളിലും സ്വാന്തനിപ്പിക്കുന്ന ശക്തിയാകുന്ന ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തവരും ആഗ്രഹിക്കാത്തവരുമായി ആരാണ് ഉള്ളത്? മിത്രങ്ങൾക്കു വേണ്ടി ഒരു ദിനം പോലും നാം മാറ്റിവെച്ചത് അതുകൊണ്ടാണല്ലോ. എന്നാൽ ശത്രുവെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയമാണ്. എന്നാൽ ഇത് ഒഴിവാക്കാനാവാത്ത ഒരു നിരന്തര സാന്നിധ്യമായി നമ്മെ പിന്തുടരുകയും ചെയ്യും. ശത്രുക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. ചില തിരിച്ചറിവുകളുടെ വഴികളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്, ചില നിലപാടുകളിലെ ദൃഢത നമ്മിൽ ജനിപ്പിക്കുന്നത് ഈ ശത്രുക്കളാണ്. എത്ര നന്മ ചെയ്താലും അതിലെ തിന്മയുടെ പുഴുക്കുത്തുകൾ കണ്ടെത്താനായി കയ്യിൽ മൈക്രോസ്കോപ്പുമായി നടക്കുന്നവർ, നമ്മിലെ നിസ്സാര തെറ്റുകൾ ലോകത്തോട് വിളിച്ചു പറയാൻ മൈക്രോഫോണുമായി നടക്കുന്നവർ, നമ്മിലെ നന്മയുടെ വെളിച്ചം ആരെങ്കിലും കത്തിച്ചു വച്ചാൽ അതിനെ ഊതിക്കെടുത്താൻ കച്ചകെട്ടി നടക്കുന്നവർ, ഇങ്ങനെ നിരന്തരം വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും അവഗണന കൊണ്ടും വിടാതെ നമ്മെ ആക്രമിക്കുന്ന ശത്രുക്കളെ ജീവിതത്തിലുടനീളം നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവരോടുള്ള നമ്മുടെ മനോഭാവത്തെ നാം പരിശോധിക്കണം. വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും നാം എന്തു ചെയ്യുന്നുവെന്ന് കണ്ണിലെണ്ണയൊഴിച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മെ പിന്തുടരുന്നവരാണ് ശത്രു എന്ന കവിതയിൽ
കവി നന്ദി പറയുന്നതും ഇവരോട് തന്നെയാണ്. അപ്പോൾ ഇവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എന്നിലൂടെ പുറപ്പെടുന്ന സംഭവിക്കുന്ന നന്മകൾ കണ്ട് അതിലെ തിന്മകൾ ലോകത്തോട് വിളിച്ചു പറയാൻ. ഒരുപക്ഷെ നമ്മിലെ നന്മകൾ കൂട്ടുന്നതും ഈ ശത്രുക്കളാണ്. അവരോടുള്ള മനോഭാവമാണ് വീണ്ടും വീണ്ടും പ്രകാശം പരത്താൻ അല്ലെങ്കിൽ വിളക്ക് തെളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ വാക്കിന് മൂർച്ച കൂട്ടിയതിനും നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നതിനും ശത്രുക്കളെ നിങ്ങൾക്ക് നന്ദി. ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും പഠിക്കുന്നതുമൊക്കെ പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ മലിനീകരണത്തെക്കുറിച്ചുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുണ്ട്. അതുപോലെ തന്നെ ഏറെ സംഭവങ്ങൾക്ക് വഴിതെളിക്കുന്നുമുണ്ട്. ദൈവവും മനുഷ്യനും പ്രകൃതിയും പരസ്പരം ഹിതകാരികളായി വർത്തിക്കുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നത്. ബൈബിളിലെ പ്രഥമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ വെയിലാറിയപ്പോൾ തോട്ടത്തിലൂടെ ഉലാത്തുന്ന ദൈവത്തിൻ്റെ ചിത്രമുണ്ട്. താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് തോട്ടത്തിലൂടെ ഉലാത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം സങ്കല്പിക്കുമ്പോൾ മനസ്സ് ശീതളമാകുന്നുണ്ട്. പ്രകൃതിയുടെയും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പരസ്പര ലയമാണ് ഈ ചിത്രത്തിൻ്റെ സൗന്ദര്യം. ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിച്ച് മനുഷ്യൻ ആ നിമിഷം തന്നെ ദൈവത്തോടുള്ള ബന്ധവും പ്രകൃതിയോടുള്ള പാരസ്പര്യവും നഷ്ടപ്പെടുന്ന ദുരന്ത ചിത്രമാണ് പിന്നീട് നാം കാണുന്നത്. വിലക്കപ്പെട്ട കനി ഒരുപക്ഷെ അമിതമായ പ്രകൃതി ചൂഷണത്തിൻ്റെ സൂചകമാവാം. പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ അമിത ഉപയോഗത്തിനുള്ള പ്രലോഭനം മനുഷ്യനെ തന്നെ ആത്യന്തിക ദുരന്തത്തിലേക്ക് നയിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ എഴുത്തുകാരി മനോഹരമായി പ്രകൃതിയെ, ദൈവത്തെ, നമ്മെ ഒരു ലിങ്കായി അവതരിപ്പിക്കുകയാണ്. പ്രകൃതിയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ജീവിത സമൈക്യത്തെ അറിഞ്ഞോ അറിയാതെയോ ഭജിക്കുമ്പോൾ പ്രപഞ്ച ജീവിതത്തിൻ്റെ മൗലികമായ താളം തെറ്റുന്നുണ്ട്. ക്രിസ്തുവിൽ ഈ പാരസ്പര്യം വീണ്ടെടുപ്പിന് വിധേയവുമാകുന്നുണ്ട്. അവൻ്റെ ജീവിതം പ്രകൃതിയോടൊപ്പമായിരുന്നു. പ്രപഞ്ചത്തോട് ചേർന്ന് അവൻ ഉണ്ടു, ഉറങ്ങി, പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു. കടലിലെ തിരമാലകളുടെ സംഗീതം അവൻ്റെ വാക്കുകൾക്ക് താളഭംഗി നൽകി. മാനത്തെ പറവകളും വയലിലെ ലില്ലികളും അവൻ്റെ ദർശനങ്ങൾക്ക് മിഴിവേകി. പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ, പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ അവൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈശോയുടെ പഠനങ്ങളും ഉപമകളും അവൻ്റെ സമ്പർക്കവുമെല്ലാം ഈ പ്രകൃതിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവൻ്റെ അത്ഭുതങ്ങൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ദർശനങ്ങൾ എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കാനാണ് നമ്മെ അവൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചെറു ചിന്തകളിലൂടെ, ചെറു ഉപമകളിലൂടെയൊക്കെ ഈശോയുടെ പ്രബോധനങ്ങൾ ഇന്നും പ്രസക്തമായി നിൽക്കുന്നത്. അമിത ഉപയോഗം പോലെ തന്നെ അപകടമാണ് അവഗണനയും. ഈ പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കൃപയുടെ സമൃദ്ധികൾ കാണാതെ പോകുന്നത് എത്ര കഷ്ടമാണ്. പ്രകൃതി പൂക്കളെ കൊണ്ട് പുഞ്ചിരിപ്പിക്കുന്നു, ഫലങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നു, ഇലകളെ കൊണ്ട് ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ പുഞ്ചിരി കാണാതെ, ഈ സാന്ത്വനം സ്വീകരിക്കാതെ, ഈ നമസ്കാരത്തിന് മുമ്പിൽ നമ്മറ ഹൃദയരാകാതെ നാം എങ്ങോട്ടാണ് പായുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയും തൻ്റെ പഠനത്തിലൂടെയൊക്കെ ഇന്ന് സഭയോട് ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, പ്രകൃതിയുടെ ഉറവിടങ്ങളെ നശിപ്പിക്കാതിരിക്കുക. അതൊരു വിളിയാണ്, ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു സത്യവുമാണ്. കാറ്റെന്നോട് പറഞ്ഞത് എന്ന ഈ പുസ്തകത്തിലെ അടുത്ത അധ്യായം കടമെന്ന ശീർഷകത്തിലാണ്. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന പ്രസിദ്ധമായ കഥയിൽ തനിക്കൊരിക്കലും വീട്ടി തീർക്കാൻ കഴിയാത്ത കടത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന വെള്ളായിയപ്പനെ മരക്കാർ എന്ന കഥാപാത്രം ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വീട്ടി തീർക്കാത്ത കടങ്ങളൊക്കെ പടച്ചോൻ്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വീട്ടി തീർക്കാത്ത കടങ്ങളൊക്കെ പടച്ചോൻ്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ അസംതൃപ്തികൾക്കും
ആവലാതികൾക്കും ഒരു കാരണം ജീവിതത്തിൽ നമുക്ക് വീട്ടിത്തീർക്കാനുള്ള കടങ്ങളെക്കുറിച്ച് ബോധമില്ലായ്മയാണ്. ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നാൾ മുതൽ എത്രയോ പേരുടെ കാരുണ്യത്തിലാണ് നാം ജീവിച്ചു പോരുന്നത്. വീഴാതെ പിടിച്ചു നടത്തിയ കൈവിരൽ തുമ്പ് മുതൽ വിദ്യയുടെ വെളിച്ചത്തിലേക്ക് ഉണർത്തിയ ഗുരുവിൻ്റെ കനിവ് തുടങ്ങി അവസാനം കുഴിമാടത്തിലേക്ക് നമുക്കായി ഒരിറ്റ് കണ്ണീർ വാർക്കുന്ന അപരിചിതൻ വരെ എല്ലാവരോടും എത്ര കടപ്പെട്ടിട്ടാണ് നാം ഈ ലോകം വിട്ടുപോകാനുള്ളത്. യാത്രയിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായത്തിൻ്റെ ഒരു കൈ നീട്ടിത്തന്ന അപരിചിതനോടും എന്ന് നാം ഈ കടങ്ങളൊക്കെ വീട്ടി തീർക്കും. ഒത്തിരി കടങ്ങൾ ഇളച്ചു കിട്ടിയതിൻ്റെ തണലിൽ ജീവിച്ചിട്ടും നമ്മോട് കടപ്പെടുന്ന ഇത്തിരി ചെറിയ കടക്കാരോട് ശാഠ്യം പിടിക്കുന്നതിലെ ക്രൂരത ഒരു ഉപമയിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ വരച്ചു കാട്ടുന്നുണ്ട്. വീട്ടി തീർക്കാത്ത കടങ്ങളൊക്കെ പടച്ചോൻ്റെ സൂക്ഷിപ്പുകളാണ് എന്ന് മരയ്ക്കാർ എന്ന കഥാപാത്രം ഓർമ്മിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെള്ളായപ്പനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക്, കാരുണ്യങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഈ കാരുണ്യം കൊണ്ട് അവരെ വിസ്മയിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നന്മയിൽ നിറഞ്ഞതാകുന്നത്. ജീവിതത്തിൽ നമുക്ക് ഇളച്ചു കിട്ടിയിട്ടുള്ള വലിയ കടങ്ങളെക്കുറിച്ചുള്ള ബോധമാണ് ചെറിയ കടങ്ങൾക്ക് ഇളവ് നൽകാനും കൃതജ്ഞതാഭരിതരായി ജീവിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലഭിക്കാതെ പോയ ആനുകൂല്യങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടാതെ തികഞ്ഞ സംതൃപ്തിയിലും ഹൃദയാനന്ദത്തിലും ജീവിക്കാൻ നമുക്ക് സാധിക്കും. 15-ാം അധ്യായം സൗഹൃദത്തെക്കുറിച്ചാണ്. ഓരോ വ്യക്തിയും ജീവിതത്തിൽ നിർബന്ധമായും കടന്നു പോകേണ്ടി വരുന്ന പൊള്ളുന്ന അനുഭവങ്ങളിൽ ജീവൻ പകരുന്ന തണലിടങ്ങളായി മാറാൻ ശുദ്ധ സൗഹൃദത്തിന് കഴിയും. അപകർഷതാബോധത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും പരാജയബോധത്തിൻ്റെയും ഒക്കെ ഇരുട്ട് കട്ട പിടിച്ച മനസ്സിന് കൂടെ നിൽക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ട് തനിക്ക് എന്ന ചിന്ത ഉള്ളിൽ വെളിച്ചം നിറയ്ക്കും. അത്ഭുതകരമായ ശക്തിയും ഊർജവും നൽകും. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ സുഭാഷിതങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്, ഉത്തമ സുഹൃത്തിനെ കണ്ടെത്തിയവൻ നിധി കണ്ടെത്തിയവനെ പോലെയാണ്. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം മനസ്സുകളുടെ അകൽച്ചയാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ആധുനിക വിദ്യയ്ക്കാവുന്നുണ്ട്. പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഏത് സാങ്കേതിക വിദ്യയാണുള്ളത്? ഉള്ളിലുള്ള സ്വാർത്ഥത അവസാനിപ്പിച്ച് ഇതരൻ്റെ ആത്മാവിനെ തൊടാനും തിരിച്ചറിയാനും തുടങ്ങുമ്പോൾ അവിടെ ശുദ്ധമായ സൗഹൃദം ആരംഭിക്കുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാത്തരം ബന്ധങ്ങളിലും ഉണ്ടാകേണ്ട ഭാവമാണ് സൗഹൃദം. അത് കുടുംബത്തിലായാലും ഗുരുകുലത്തിലായാലും തൊഴിലിടങ്ങളിലായാലും എല്ലായിടത്തും ഈ സൗഹൃദത്തിൽ നിന്നാണ് സമാധാനവും സ്നേഹവുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നത്. സൗഹൃദത്തിൽ അധികാരത്തിനോ നിർബന്ധത്തിനോ സ്ഥാനമില്ല. ശുദ്ധമായ സ്നേഹത്താൽ മാത്രമാണ് അവിടെ നിർബന്ധിക്കപ്പെടുന്നത്. അനുസരിക്കുക എന്നത് അവിടെ ഭാരമില്ലാതാകും. ഒരാൾ മറ്റൊരാളുടെ പിന്നിലല്ല, മുന്നിലും അല്ല, ഒപ്പത്തിനൊപ്പം. ഖലീൽ ജിബ്രാൻ്റെ പ്രസിദ്ധമായ ഒരു കവിതാശകലം ഇങ്ങനെയാണ്: എൻ്റെ കീഴിലുള്ളവർക്കേ എന്നോട് അസൂയയോ വെറുപ്പോ ഉണ്ടാകൂ. എന്നോട് ആർക്കും അസൂയയോ വെറുപ്പോ ഉണ്ടായിട്ടില്ല. ഞാൻ ആരുടെയും മേലെയല്ല. എന്നേക്കാൾ മേലേക്കിടയിലുള്ളവർക്കേ എന്നെ പുകഴ്ത്താനോ കൊച്ചാക്കാനോ സാധിക്കൂ. എന്നെ ആരും പുകഴ്ത്തുകയോ കൊച്ചാക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും കീഴെയല്ല. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്: ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പോൾ അധികാരികളായേക്കാം, ഗുരുഭൂതരായേക്കാം, മറ്റുള്ളവരെ ഭരിക്കുന്നവരായേക്കാം, ആരും നമ്മുടെ ദാസന്മാരല്ല. നമ്മളെല്ലാം, അല്ലെങ്കിൽ അവരെല്ലാം നമ്മുടെ സ്നേഹിതരാണ്. ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിലാണ് സൗഹൃദത്തിന് സ്ഥാനം കിട്ടുന്നത്. ജീവിതത്തിൽ ഇന്ന് പാളിപ്പോകുന്നൊരു കാര്യമാണ് തിരഞ്ഞെടുപ്പ്. നന്മയും തിന്മയും
വളരെ കൃത്യതയോടെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ ഇവയൊക്കെ നമ്മെ വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് യഥാർത്ഥ നന്മ, അല്ലെങ്കിൽ എവിടെയാണ് പതർച്ചകളുള്ളത് എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മനുഷ്യനൊരു സാമൂഹിക ജീവിയായതുകൊണ്ട് ഒരാളുടെ ചിന്ത, തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ ഇവ താൻ ജീവിക്കുന്ന സമൂഹത്തെ മാത്രമല്ല പ്രകൃതിയെപ്പോലും എപ്രകാരം ബാധിക്കുമെന്ന് ആഴത്തിൽ വിവേചിച്ചറിയാനുള്ള, ഡിസൈൻ ചെയ്യാനുള്ള ബാധ്യത കൂടിയുണ്ട്. ഇത്തരം ഡിസൈൻമെൻറ്റിന് മനസ്സിനെ സജ്ജമാക്കുക അഥവാ ട്യൂൺ ചെയ്യുക അത്യാവശ്യമാണ്. അല്പം മൗനവും കുറച്ചൊക്കെ ധ്യാനവും ഒരാൾക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മൗനവും ധ്യാനവുമുള്ള മനസ്സിനെ നന്മതിന്മകളെ വിവേചിച്ചറിയാനുള്ള പക്വത ലഭിക്കും. അപ്പം അല്പം നിശബ്ദമായി ജീവിതത്തെ ഒന്ന് സൈലൻ്റാക്കി ദൈവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ശരികളെന്ന് തിരിച്ചറിവുള്ളിടത്താണ് ആ തീരുമാനങ്ങൾക്കാണ് പക്വത ലഭിക്കുക, പാകത ലഭിക്കുക. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചിത്രത്തിൽ മനോഹരമായ ഒരു രംഗമുണ്ട്. മനസ്സിൽ നിന്ന് മായാൻ മടിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ രംഗം. കുരിശിൻ്റെ വഴിയിൽ തകർന്ന് തളർന്ന് ചോരയും വിയർപ്പും കണ്ണീരുമണിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ക്രിസ്തു. തൻ്റെ മകനെ കുറേ കൂടി അടുത്തു നിന്ന് കാണാൻ മേരിയും ക്രിസ്തു ശിഷ്യനായ യോഹന്നാനും മറ്റൊരു വഴിയിലൂടെ ഓടി ക്രിസ്തുവിൻ്റെ തൊട്ടടുത്ത് എത്തുന്നു. പെട്ടെന്നാണ് ഭാരമേറിയ കുരിശിൻ്റെ അടിയിൽ ഒരടി മുമ്പോട്ട് പോകാനാവാതെ ക്രിസ്തു കമഴ്ന്ന് വീഴുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണത്. പുറത്ത് ഭാരമേറിയ കുരിശ്, അതിൻ്റെ താഴെ മണ്ണിനോട് പറ്റിച്ചേർന്ന് കഠോരവേദനയുടെ പ്രതീകമായി മനുഷ്യപുത്രൻ. എല്ലാം മറന്ന് ക്രിസ്തുവിൻ്റെ അടുത്ത് അമ്മ മേരി ഓടിയെത്തുകയാണ്. കുരിശിനടിയിൽ എഴുന്നേൽക്കാനാവാതെ കിടക്കുന്ന പ്രിയ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തീവ്ര ദുഃഖത്തിൻ്റെ മഹാസാഗരവും ഹൃദയത്തിൽ പേറി ഒരമ്മ നിൽക്കുകയാണ്. ഒരു മനുഷ്യ സ്ത്രീക്ക് ഇത്തരമൊരു കഠിന നൊമ്പരത്തിൻ്റെ വേളയിൽ പ്രതികരിക്കാനുള്ള സാധ്യതകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് മകനോടുള്ള മുഴുവൻ സ്നേഹവും വികാരവായ്പും ഉള്ളിലൊതുക്കി ആ അമ്മ പറയുന്ന വാക്കുകൾ നമ്മെ വല്ലാതെ വിസ്മയിപ്പിച്ചു കളയും. മൈ സൺ, ഐ ആം ഹിയർ, ഗോ എഹെഡ്. എൻ്റെ മകനെ, ഞാനിവിടെയുണ്ട്, മുമ്പോട്ട് പോവുക. സഹനത്തിലേക്കും ക്രൂശീകരണത്തിലേക്കും മുമ്പോട്ട് നടക്കാനാവാതെ തളർന്നു വീണ ക്രിസ്തുവിന്, ദൈവപുത്രന് അമ്മ ശക്തി പകരുകയാണ്. ധൈര്യമായി, കരുത്തായി മാറുന്നു. മകനായ ക്രിസ്തുവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് മനസ്സിലാക്കിയ മറിയം സ്വന്തം ദുഃഖത്തെ മുന്തിരിച്ചക്കിലെന്നവണ്ണം അരച്ചു കളയുകയാണ്. അത് എഴുതിയിരിക്കുന്നത് KP അപ്പനാണ്. മറിയത്തിൻ്റെ നൊമ്പരത്തെ അങ്ങനെയാണ് KP അപ്പൻ സംഗ്രഹിക്കുന്നത്. മകനായ ക്രിസ്തുവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് മനസ്സിലാക്കിയ മറിയം സ്വന്തം ദുഃഖത്തെ മുന്തിരി ചക്കിലെന്നവണ്ണം അരച്ചു കളയുകയാണെന്ന്. ക്രിസ്തുവിനെ ഒരു വേളയെങ്കിലും ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുകയാണ് മറിയം. കഠിനവേദനകളുടെ മധ്യത്തിൽ ഇപ്രകാരം പ്രശാന്തരായി വർത്തിക്കാനുള്ള കഴിവിനെയാണ് ധീരത എന്ന് വിളിക്കുന്നത്. അത് മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ മറ്റാർക്കാണ് കുരിശിൻ്റെ വഴിയെ, മറ്റേതമ്മയ്ക്കാണ് കുരിശിൻ്റെ വഴിയെ പോകാൻ സാധിക്കുന്നത്? കുരിശിൻ്റെ വഴികളിലൂടെ അവനോടൊപ്പം നടന്നുകൊണ്ട് മേരി പറയുകയാണ്, മൈ സൺ, ഐ ആം ഹിയർ, ഗോ എഹെഡ്. മറ്റൊരവസരത്തിലും മേരി പറയുന്നുണ്ട്, സൺ, ഷാൾ ഐ കം ആൻഡ് ജോയിൻ വിത്ത് യു. ഞാനും നിൻ്റെ ഒപ്പം വരട്ടെ. അത് അവൾ ചോദിക്കുന്നത് മരണത്തിലേക്കാണ്, അല്ലെങ്കിൽ അവൻ്റെ സഹനത്തിലേക്കാണ്. ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.
ദൈവത്തിലുള്ള ആശ്രയമുള്ളിടത്ത് ഈ ധീരത കിട്ടുകയാണ്, ഈ ധൈര്യം കിട്ടുകയാണ്. അപ്രകാരമുള്ള ഒരു ധീരതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.